Hello, hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ ഡെയിലി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ കുറേ വേർഡ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ഇന്ന് ഞാൻ കുറച്ച് രസമുള്ള അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് തള്ളി പോണ രീതിയിലുള്ള കുറച്ച് വൺ വേർഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ വൺ വേർഡ്സും നമ്മുടെ ബാങ്ക് എക്സാംസ് എന്നല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയാലും ചോദിച്ച് കാണാറുണ്ട്. സോ അങ്ങനത്തെ വേർഡ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കൊരു ഒരു 4-5 സെഷൻസിലായിട്ട് നമുക്ക് അങ്ങനത്തെ കുറേ വേർഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമുക്ക് അതിലൊരു 5 വേർഡ്സ് ഡിസ്കസ് ചെയ്യാം. സോ ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡാണ് സെസ്ക്യുപെഡലിയൻ. സെസ്ക്യുപെഡലിയൻ. യെസ്, എന്താണ് സെസ്ക്യുപെഡലിയൻ എന്ന് പറഞ്ഞാൽ? ക്യാരക്ടറൈസ്ഡ് ബൈ സെഡും എസ് ഒക്കെ കാണാറുണ്ട്. ക്യാരക്ടറൈസ്ഡ് ബൈ ലോങ് വേർഡ്സ്. അതായത് വലിയ വേർഡ്സിൽ ഇപ്പോൾ സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ എഴുതുമ്പോഴായാലും ഏതൊരു ലാംഗ്വേജ് ആയാലും അതിലുള്ള വലിയ വേർഡ്സ് യൂസ് ചെയ്യണ ആൾക്കാർ, ലെങ്തി ആയ വേർഡ്സ് യൂസ് ചെയ്യണ ആൾക്കാരെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയുക റൈറ്റപ്പിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? സെസ്ക്യുപെഡലിയൻ എന്ന് പറയുക. സേ ഫോർ എക്സാമ്പിൾ, the man who came for yesterday's dinner is quite a sesquipedalian. No one could understand what he is telling. He is quite a sesquipedalian. No one could understand what he is telling. അപ്പോൾ എന്താണ്? ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വേർഡ്സ് അല്ലേ. നമ്മൾ ലെങ്തി ആയ വേർഡ്സ് നമ്മുടെ ഡെയിലി യൂസേജിൽ നമ്മൾ യൂസ് ചെയ്യണത് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലെങ്തി ആയ വേർഡ്സ്, ഭയങ്കര ടഫായ ലെങ്തി ആയ വേർഡ്സ് യൂസ് ചെയ്യണ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? സെസ്ക്യുപെഡലിയൻ എന്ന് പറയുക. ഇപ്പം നമ്മുടെ ഒരു റിയൽ ലൈഫിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ മിസ്റ്റർ ശശി തരൂർ, ഹി ഈസ് എ സെസ്ക്യുപെഡലിയൻ ആണ്. പുള്ളി ഒരുപാട് ലെങ്തി ആയ വേർഡ്സ് അല്ലെ, വലിയ വേർഡ്സ് പുള്ളിയുടെ കോൺവെർസേഷൻസിലോ അല്ലെങ്കിൽ റൈറ്റപ്സിലൊക്കെ ബുക്സിലായാലും അങ്ങനെയുള്ള ലെങ്തി വേർഡ്സ് യൂസ് ചെയ്യാറുള്ള ഒരാളാണ്. അങ്ങനെ ലെങ്തി വേർഡ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ വി വിൽ കോൾ ദം സെസ്ക്യുപെഡലിയൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡാണ് നെക്സ്റ്റ് വേർഡാണ് സ്ലബർഡിഗല്ലിയൻ. എന്താണ് സ്ലബർഡിഗല്ലിയൻ എന്ന് പറഞ്ഞാൽ? എ ഫിൽത്തി, ആണ്, എ ഫിൽത്തി അല്ലെങ്കിൽ സ്ലോബറിങ് പേഴ്സൺ or a worthless person. അല്ലെങ്കിൽ എന്ത് പറയാം? എ ഡ്രങ്കൺ ഓർ ആൽക്കഹോളിക് പേഴ്സൺ. ഈ ടൈപ്പ് ഓഫ് ഇങ്ങനെയുള്ള ആൾക്കാർ. ഡ്രങ്കൺ എന്ന് പറഞ്ഞാൽ കുടിച്ച, ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഡ്രങ്കൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. ഡ്രങ്കാർഡ്, കുടിയൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? നമ്മളിപ്പോൾ മദ്യപാനിയാണ് ഒരാൾ, അല്ലെങ്കിൽ ഒരാൾ കുടിയനാണെന്ന് നമ്മൾ പറയുവാണെങ്കിൽ അതിൽ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഡ്രങ്കാർഡ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് എന്താണ് ഫിൽത്തി എന്ന് പറഞ്ഞാൽ? ഫിൽത്തി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഒതുക്കമൊന്നും ഇല്ലാത്ത എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഫിൽത്തി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. ഒരു ഡേർട്ടി, ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഫിൽത്തി എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. പിന്നെ എന്താണ് സ്ലോബറിങ് എന്ന് പറഞ്ഞാൽ? സ്ലോബറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അങ്ങനെ ഒലിപ്പിക്കണ ആ ഒരു പരിപാടിക്കാണ് നമ്മൾ സ്ലോബർ എന്ന് പറഞ്ഞാൽ അതാണ് ഒലിപ്പിക്കുക.
അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുന്ന ആൾ, ഇപ്പോൾ ഒരു ഒന്നിനും കൊള്ളില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഒരാളെന്ന് പറയണ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണത്? സ്ലബ്ബർ ഡിഗല്യൻ എന്നുള്ള വൺ വേർഡ് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഇനി നിങ്ങളുടെ ഡെയിലി നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുവാണെങ്കിൽ അവരെ നമുക്ക് അതായത് ഒരു കൊള്ളില്ലാത്ത, ഒരു വൃത്തിയില്ലാത്ത, ഒന്നിനും കൊള്ളില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണുവാണെങ്കിൽ അവരെ നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് സ്ലബ്ബർ ഡിഗല്യൻ. ഇനി നെക്സ്റ്റ് വേർഡാണ് floccinaucinihilipilification. യെസ്. അപ്പോൾ ഈ വേർഡ് കണ്ടോ, ഈ വേർഡ് ഭയങ്കര ലെങ്തിയായ വേർഡാണ് അല്ലേ? യെസ്. ഈ വേർഡ് ഇതിപ്പോൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഈ വേർഡ് കണ്ടോ, ഈ വേർഡ് ഭയങ്കര ലെങ്തിയായ ഒരു വേർഡാണ്. ഇങ്ങനെയുള്ള ലെങ്തിയായ വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? സെസ്ക്യുപെഡലിയൻ എന്ന് പറയണം. യെസ്. അപ്പോൾ എങ്ങനെയാണ് ഈ വേർഡ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യണത് നോക്കിക്കോളൂ. ഫ്ലോക്സിനൗസിനിഹിലിപ്പിലിഫിക്കേഷൻ എന്നാണ് നമ്മൾ ഈ വേർഡിനെ പ്രൊനൗൺസ് ചെയ്യണം. ഫ്ലോക്സിനൗസിനിഹിലിപ്പിലിഫിക്കേഷൻ. ഈ വേർഡിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഈ ഒരു വേർഡ് നമ്മൾ ഏത് ലെങ്തി ഫ്രേസിനെയാണ് റീപ്ലേസ് ചെയ്യാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ദി ആക്ഷൻ ഓഫ് എസ്റ്റിമേറ്റിംഗ് സംതിങ് വർത്ത്ലെസ്. ഓക്കെ. യെസ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഒരു വില കൊടുക്കാതിരിക്കുക, അല്ലെ, ഒരു മൂല്യം കൽപ്പിക്കാതിരിക്കുക. ഒരു സില്ലിയായ ഒരു കാര്യമാണത്, അല്ലെങ്കിൽ ഒരു നിസ്സാരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് നമ്മളൊരു കൺസിഡറേഷൻ, വേണ്ടത്ര ഒരു കൺസിഡറേഷനും ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാതിരിക്കുക. ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് നമ്മൾ യൂസ് ചെയ്യണത്? ഫ്ലോക്സിനൗസിനിഹിലിപ്പിലിഫിക്കേഷൻ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മളൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹിസ് ഫ്ലോക്സിനൗസിനിഹിലിപ്പിലിഫിക്കേഷൻ towards the project. His floccinaucinihilipilification towards the project is the main reason for the failure of this project. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത് ആ ആൾ ഈ പ്രോജക്റ്റിന് ഒരു വിലയും കൊടുക്കാത്തത് കൊണ്ടാണ്. സോ അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾ വില കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനൊരു മൂല്യം കൽപ്പിക്കാതിരിക്കുക. വർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ ഒരു സില്ലിയായ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ there we can use this word. ഓക്കെ. ഇനി നെക്സ്റ്റ് വേർഡാണ് നിന്നി ഹാമർ. നിന്നി ഹാമർ എന്താണ്? നിന്നി ഹാമർ എന്ന് പറഞ്ഞാൽ എ ഫോളിഷ് പേഴ്സൺ. നിന്നി ഹാമർ എന്ന് പറഞ്ഞാലും ഫോളിഷ് പേഴ്സൺ ആണ്. ഹാമർ മാറ്റിയിട്ട് നിന്നി എന്നുള്ള വേർഡ് മാത്രമാണ് അങ്ങനെ ഒരു വേർഡ് മാത്രമാണ് നിങ്ങളുടെ എക്സാമിൽ ചോദിക്കണതെങ്കിൽ ആ വേർഡിൻ്റെയും മീനിങ് എ ഫൂളിഷ് പേഴ്സൺ എന്നാണ്, ഒരു മണ്ടനായ ഒരാൾ. അപ്പോൾ ഒരു ഫൂളിഷ് പേഴ്സണെ നിങ്ങൾ ഇനി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വേർഡ്സ് യൂസ് ചെയ്യാം. ആ ഒരു ഫൂളിഷ് പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ ചിലപ്പം നിങ്ങളിൽ പലരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേർഡ് അയാളൊരു ഫൂളിഷാണ്, അല്ലെങ്കിൽ അയാളൊരു ഗൂസാണ്, അങ്ങനെയുള്ള വേർഡ്സൊക്കെയാണ് യൂസ് ചെയ്തതെങ്കിൽ ഇനി ആ വേർഡ്സ് നിങ്ങൾ ഈ ഒരു ന്യൂ വേർഡും കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഐദർ യു ക്യാൻ യൂസ് നിന്നി ഹാമർ, അല്ലെങ്കിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? നിന്നി എന്ന് പറഞ്ഞാലും അതിൻ്റെ മീനിങ് സെയിം ആണ്. ഇനി നെക്സ്റ്റ് വേർഡാണ് സ്നോലി ഗോസ്റ്റർ. സ്നോലി ഗോസ്റ്റർ. യെസ്. എന്താണ് സ്നോലി ഗോസ്റ്റർ എന്ന് പറഞ്ഞാൽ? എ ഷ്രൂഡ് പേഴ്സൺ who gives importance, അല്ലെങ്കിൽ who considers personal pleasures instead of principles, especially a politician.
എസ്പെഷ്യലി എ പൊളിറ്റീഷ്യൻ. എന്താണ് ഷ്രൂഡ് എന്ന് പറഞ്ഞാൽ? ഷ്രൂഡ് എന്ന് പറഞ്ഞാൽ ട്രിക്കി ആയ അല്ലെങ്കിൽ ഒരു കൗശലക്കാരനായ ഒരു എന്താ പറയുക, ഒരു കുശാഗ്ര ബുദ്ധിയുള്ളതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. യെസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷ്രൂഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ് സ്നോലി ഗോസ്റ്റർ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു കൂടുതലും ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണത് പൊളിറ്റീഷ്യൻസിനെയാണ്. അതായത് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഏത് ആളായാലും കൂടുതലും നമ്മൾ പൊളിറ്റീഷ്യൻസിനെ ആണ് നമ്മൾ ഈ ഒരു സ്നോലി ഗോസ്റ്റർ എന്നുള്ള വേർഡ് കൊണ്ട് നമ്മൾ എന്താ പറയുക ഡിസ്ക്രൈബ് ചെയ്യാറ്. അപ്പോൾ എന്താണ് സംഭവം? അതായത് ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരാൾക്കാരുടെ വെൽഫെയറിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മനുഷ്യന്മാരുടെ വെൽഫെയർ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പേഴ്സണൽ പ്ലഷേഴ്സിന് കൺസിഡറേഷൻ കൊടുക്കണം ആൾക്കാർ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു പൊളിറ്റീഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ സമയത്ത് ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ആ പുള്ളി എന്താ പറയുക ആ പുള്ളി കവർ ചെയ്യണ ആ ഒരു ഏരിയയ്ക്ക് അത് ഹെൽപ്ഫുൾ ആണോ അല്ലെങ്കിൽ അത് ബെനഫിഷ്യൽ ആണോ എന്നൊക്കെ നോക്കാതെ, അല്ലെങ്കിൽ അതിനിപ്പോൾ ഒരുപക്ഷെ ആ ജനങ്ങൾക്ക് ഹാംഫുൾ ആണെങ്കിലും ആ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്തിനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണത്? പേഴ്സണൽ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് അല്ലേ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കംഫർട്ടിന് വേണ്ടി സ്വയം ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ ആൾക്കാർ വേറെ ആൾക്കാരുടെ സന്തോഷം നശിപ്പിക്കണ പോലത്തെ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് ഒരു ദോഷമായി വന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്വയം ഒരു എന്താ പറയുക ബെനഫിഷ്യൽ ആവണ കാര്യങ്ങളാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്നോലി ഗോസ്റ്റർ എന്ന് പറയുക. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇല്ലേ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? സ്നോലി ഗോസ്റ്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. യെസ്, ഇന്ന് നമ്മൾ 5 നല്ല രസമുള്ള വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത വേർഡാണ് സെസ്ക്യുപെഡലിയൻ അല്ലേ. സെസ്ക്യുപെഡലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഒരു ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ലാംഗ്വേജിലുള്ള ലെങ്തി ആയ വേർഡ്സ് ആണ് അയാൾ ഉപയോഗിക്കണതെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? സെസ്ക്യുപെഡലിയൻ എന്ന് പറയും. പിന്നെ നമ്മൾ കണ്ടതാണ് സ്ലബ്ബർഡിഗലിയൻ. സ്ലബ്ബർഡിഗലിയൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വൃത്തിയില്ലാത്ത അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വൃത്തികെട്ട അങ്ങനെയൊക്കെ നമുക്ക് പറയാം. യെസ്, ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് സ്ലബ്ബർഡിഗലിയൻ. ഇനി നെക്സ്റ്റ് വേർഡാണ് ഫ്ലോക്സിനൗസിനിഹിലിപ്പിലിഫിക്കേഷൻ. എന്താണ്? എന്തെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾ വില കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനൊരു മൂല്യം കൽപ്പിക്കാതിരിക്കുക. ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഫ്ലോക്സിനൗസിനിഹിലിപ്പിലിഫിക്കേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ കണ്ട വേർഡാണ് നിന്നി ഹാമർ. നിന്നി ഹാമർ ആയാലും എന്താണ് അതിൻ്റെ മീനിങ്? ഫൂളിഷ് പേഴ്സൺ ആണ്, ഒരു മൂഢനായ ഒരാൾ അല്ലെങ്കിൽ ഒരു മണ്ടനായ ഒരാൾ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യണത്. നമ്മൾ കണ്ട ലാസ്റ്റ് വേർഡാണ് സ്നോലി ഗോസ്റ്റർ. സ്നോലി ഗോസ്റ്റർ എന്നുള്ള വേർഡ് നമ്മൾ കൂടുതലും പറയാൻ യൂസ് ചെയ്യണത് പൊളിറ്റീഷ്യൻസിന്, അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ എന്താ പറയുക അവർക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവർക്ക് ഉപദ്രവമായി തീരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പുള്ളി എന്തിനാ ചെയ്യണേന്ന് വെച്ചാൽ പേഴ്സണൽ പ്ലഷേഴ്സിന് വേണ്ടി, ഒരുപക്ഷെ സ്വയം അല്ലെങ്കിൽ അവനവന് അത് ബെനഫിഷ്യൽ ആവും എന്നുള്ള അങ്ങനെയുള്ളൊരു ചിന്തയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? സ്നോലി ഗോസ്റ്റർ എന്ന് പറയുക. യെസ്, അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഈസിയാണ്, അതായത് കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ എന്താ പറയുക വലിയ വേർഡ്സ് ആണ് അല്ലെങ്കിൽ ടഫാന്നൊക്കെ തോന്നുമെങ്കിലും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതിൻ്റെ മീനിങ്സ് ഒക്കെ ഭയങ്കര ഈസിയാണ്. വേർഡ്സ് ആണ് കുറച്ച് എന്താ പറയുക കുറച്ച് കണ്ണ് തള്ളിപ്പോണ രീതിയിലുള്ളത്. പക്ഷെ നിങ്ങൾ പ്രോപ്പറായി പഠിച്ചാൽ അതേപോലെ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വേർഡ്സ് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ളൊരു കുറച്ച് സെഷൻസിൽ ഒരു 3-4 സെഷൻ അല്ലെങ്കിൽ ഒരു 6-7 സെഷൻസിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ബാങ്ക് എക്സാം ആയാലും അല്ലെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയാലും ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ കുറേ ചോദിച്ച് കാണാറുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വേർഡ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സെഷൻസിൽ അങ്ങനെയുള്ള വേർഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇതേപോലെ നെക്സ്റ്റ് സെഷനിൽ ഇതേപോലെ കുറച്ച് അടിപൊളി വേർഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.